കാവേരി വിഷയത്തിലെ പ്രസംഗത്തിൽ നടി തൃഷയ്ക്കെതിരെ ദ്വയാർത്ഥ പരാമർശം നടത്തിയതിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ അറസ്റ്റിൽ. വൻ പ്രതിഷേധവുമായി പ്രവർത്തകർ. സോന സുരേഷ് ഉണ്ട് വിവരങ്ങളുമായി. സോന, അതിനാടകീയമായ രംഗങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്നും കാണുന്നത്. ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ DMKയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാർത്തു സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ തമിഴ്നാട് നടക്കുന്നത്. തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഉദയനിധി സ്റ്റാലിനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. പ്രധാനമായിട്ടും തൃഷയ്ക്കെതിരെ ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയ കേസിലാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ അറസ്റ്റിലായിരിക്കുന്നത്. DMKയുടെ പരാതിയിലാണ്, TVKയുടെ പരാതിയിലാണ് ഇത്തരത്തിൽ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. നീലാങ്കരയിൽ വീട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇത്തരത്തിൽ ഉദയനിധിക്കെതിരെ TVKയും BJPയും നടപടി വേണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം അടക്കം സംഘടിപ്പിച്ചിരുന്നു. അതിനിടയിലാണ് ഇത്രയും വളരെ പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ആദ്യം നീലഗിരിയിലെ വീട്ടിലേക്ക് പോലീസ് സംഘം എത്തുന്നു. അതിനുശേഷം ഉദയനിധി മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഉദയനിധിയുടെ ജാമ്യ ഹർജിയും മറ്റും ഏകദേശം ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കുമെന്നാണ് എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. മാത്രമല്ല, കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ തഞ്ചാവൂരിൽ DMK സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ഇത്തരത്തിൽ ഉദയനിധിയുടെ ഒരു വിവാദമായിട്ടുള്ള അല്ലെങ്കിൽ ദ്വയാർത്ഥം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാകുന്നത്. ഇതിന് ശേഷമാണ് ഈ കാവേരി വിഷയത്തിൽ മുഖ്യമന്ത്രി വിജയ് ഒന്നും മിണ്ടുന്നില്ലെന്നും DMK പ്രവർത്തകർക്കെതിരെ കേസെടുക്കൽ മാത്രമാണ് നടക്കുന്നതെന്നും തരത്തിലുള്ള പരാമർശം ഉദയനിധി ഉന്നയിക്കുന്നത്. ഇത്തരത്തിലുണ്ടായ ഈ പ്രസംഗത്തിനിടയിലാണ് പ്രധാനമായിട്ടുള്ള ആൾക്കൂട്ടത്തിനിടയിൽ നിന്നൊരാൾ തൃഷ എന്ന് വിളിച്ച് പ്രസംഗത്തെ തടസ്സപ്പെടുത്തി. അതിനിടയിലാണ് ഇത്തരത്തിൽ ഉദയനിധി ദ്വയാർത്ഥമായിട്ടുള്ള ഒരു പ്രയോഗം ഉന്നയിച്ചിരുന്നത് പ്രസംഗത്തിനിടയിൽ. ആ സംഭവത്തിലാണ്, അല്ലെങ്കിൽ ആ വിഷയത്തിലാണ് ഇപ്പോൾ എന്തായാലും ഉദയനിധിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ രാവിലെയോടെ അന്വേഷണ സംഘവും മറ്റും വീട്ടിലെത്തുകയായിരുന്നു. അതിനുശേഷമാണ് ആദ്യം കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. കാർത്തു, ഈ അറസ്റ്റ് ഉണ്ടായതിനു ശേഷവും താൻ പറഞ്ഞ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാടിലാണ് ഉദയനിധി ഉള്ളത്. സോന, അങ്ങനെയാണെങ്കിൽ ഇനി നിയമപരമായി ഈ ഒരു കാര്യത്തെ നേരിടാനായിരിക്കില്ലേ DMKയുടെ അടക്കം തീരുമാനം? തീർച്ചയായും നിലവിൽ ഇപ്പോഴും അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോഴും ഇപ്പോഴും TVK പ്രവർത്തകരും അല്ലെങ്കിൽ എന്താ പറയുക DMK പ്രവർത്തകരും തമ്മിൽ വൻ പ്രതിഷേധമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇയാളുടെ വീട്ടിൽ നടക്കുന്നത്. മാത്രമല്ല, പ്രധാനമായിട്ടും അല്ലെങ്കിൽ താൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നോ പിന്നോട്ടില്ല എന്ന തരത്തിൽ തന്നെയാണ് എന്തായാലും ഉദയനിധി പോകുന്നത്. അല്ലെങ്കിൽ നിയമപരമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള തൃഷയ്ക്കെതിരെ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗത്തിലാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ അറസ്റ്റിലായിരിക്കുന്നത്. രാവിലെ നീലാങ്കരയിലെ വീട്ടിൽ നിന്നാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നതും അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഉദയനിധി ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കും മറ്റും കോടതിയെ സമീപിച്ചിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഇത്തരത്തിൽ ഹർജി പരിഗണിക്കാമെന്ന് മറ്റുമായിരുന്നു ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നത്. ഇത്തരത്തിൽ TVK പ്രവർത്തകരും അതുപോലെ തന്നെ DMK പ്രവർത്തകരും തമ്മിൽ ശക്തം ഉന്തും തള്ളം പോലുള്ള കാര്യങ്ങളും മറ്റും ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും എന്താണ് തമിഴ്നാട്ടിൽ നടക്കുന്നതെന്നാൽ മറ്റുമുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ അറിയാൻ സാധിക്കും. കാർത്തു, ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ പോലീസ് വാഹനം പോലും കടന്നു പോകാൻ DMK പ്രവർത്തകർ സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ സമ്മതിക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് വാഹനത്തിൽ അടക്കം കയറി പ്രവർത്തകർ ഒരു പ്രതിഷേധം നടത്തുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സംഘർഷാവസ്ഥയിലേക്കായിരിക്കുമോ ഇനി കാര്യങ്ങൾ നീങ്ങുക? തീർച്ചയായും കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഏകദേശം സംഘർഷാവസ്ഥയിലേക്ക് എത്തിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ TVK പ്രവർത്തകരും DMK പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും അടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ ഇത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ, അതായത് ഉദയനിധിയുടെ വീടിന് മുന്നിലുള്ളത്. പ്രധാനമായിട്ടും വൻ സംഘർഷ സാധ്യതയാണ് കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമുണ്ട്. എന്തായാലും അറസ്റ്റ് ചെയ്തിട്ട് ഇനി ഏത് സ്റ്റേഷനിലേക്കാണ് ഉദയനിധിയെ കൊണ്ടുപോകുക എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഉദയനിധി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുക. അതിനുശേഷമായിരിക്കും എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുക. എന്തായാലും ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ ഇപ്പോഴും TVKയും DMK പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. സോന, അതുപോലെ തന്നെ സോല സൂചിപ്പിച്ചത് പ്രകാരം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. അത് ഉച്ചയ്ക്ക് ശേഷം കോടതി പരിഗണിക്കാനിരിക്കെയാണ്. അങ്ങനെ പരിഗണിക്കാനിരിക്കെ ഇത്തരത്തിലൊരു അറസ്റ്റിലേക്ക് പോലീസ് കടക്കുകയാണെങ്കിൽ അത് കോടതി നിർദ്ദേശം മറികടന്നൊരു അറസ്റ്റ് എന്ന രീതിയിലേക്ക് നമുക്ക് കരുതാൻ സാധിക്കുമോ?
തീർച്ചയായിട്ടും ഇത്തരത്തിൽ രാവിലെ തന്നെ നീലാങ്കരയിലെ വീട്ടിലേക്ക് പോലീസ് എത്തുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹം ഇത്തരത്തിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി മുന്നോട്ട് പോകുന്നത്. ഹൈക്കോടതിയിൽ നിന്നും ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ജാമ്യ ഹർജി പരിഗണിക്കാം. അതിനുശേഷമാണ് പെട്ടെന്ന് തന്നെയായിരുന്നു ഇദ്ദേഹത്തിന് അറസ്റ്റ് രേഖപ്പെടുക. ഏകദേശം തഞ്ചാവൂർ പോലീസാണ് ഇത്തരത്തിൽ കേസെടുത്തിരുന്നത്. ആ സംഭവത്തിന് ശേഷമാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് കസ്റ്റഡിയിലെടുക്കുന്നു. ഉടൻ തന്നെ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതിന് മുന്നേ തന്നെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ ഇതുവരെ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ടില്ല. കാരണം ഇപ്പോഴും വീട്ടിൽ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുറത്ത് ഇപ്പോഴും ഡി എം കെ അതുപോലെ TVK പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും അതുപോലെ തന്നെ ശക്തമായ പ്രതിഷേധം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇത്തരത്തിൽ ഒരു നിയമത്തിൻ്റെ വഴിയിൽ കൂടി അല്ലാത്ത തരത്തിലുള്ള ഒരു അറസ്റ്റാണ് എന്തായാലും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഉച്ചയ്ക്ക് ശേഷം എന്തായാലും അറിയാൻ സാധിക്കും കാർത്തു ജാമ്യ ഹർജിയിൽ എന്തായിരിക്കും വിധിയെന്ന്. ഇപ്പോൾ മുൻകൂർ ജാമ്യ അപേക്ഷയിൽ അത് ഉദയനിധിക്ക് അനുകൂലമാണെങ്കിൽ ഈ അറസ്റ്റിനെ ഏത് രീതിയിൽ കാണേണ്ടി വരും? എന്നാലും കാവേരി വിഷയത്തിലെ പ്രസംഗത്തിനിടെയാണ് ഇത്തരത്തിൽ നടി തൃഷയ്ക്കെതിരെ ഒരു ദ്വയാർത്ഥ പരാമർശം തമിഴ്നാടിന്റെ പ്രതിപക്ഷ നേതാവായ ഉദയനിധി സ്റ്റാലിൻ നടത്തുന്നത്. അതിന് പിന്നാലെ വലിയ രീതിയിലുള്ളൊരു വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അതിനാടകീയമായ രംഗങ്ങൾ തമിഴ്നാട്ടിൽ അരങ്ങേറുന്നത്. പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി പ്രതിപക്ഷ നേതാവായ ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു നടപടിയിലേക്കാണ് തമിഴ്നാട് സർക്കാരും പോലീസും കടന്നത്. വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ തന്നെയാണ് ഉദയനിധിയുടെ വീടിന് സമീപം ഉണ്ടാകുന്നത്. ഈ ഒരു അറസ്റ്റ് തടയുന്നതിനായി നിരവധി DMK പ്രവർത്തകരാണ് സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. പോലീസ് വാഹനം കടത്തിവിടാൻ പോലും സമ്മതിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ആ ഒരു പ്രദേശത്ത് ആകമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ താൻ പറഞ്ഞ പരാമർശത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. നിയമപരമായി എന്തിനേയും നേരിടാൻ താൻ തയ്യാറാണ് എന്നൊരു നിലപാടിലേക്കാണ് ഉദയനിധി സ്റ്റാലിനും എത്തുന്നത്. കോടതി തീരുമാനിക്കട്ടെ, താൻ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കോടതി തീരുമാനിക്കട്ടെ എന്നൊരു നിലപാടാണ് ഉദയനിധി സ്റ്റാലിൻ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഉദയനിധിയുടെ ഈ ഒരു അറസ്റ്റിനെ വലിയ രീതിയിലുള്ള ഒരു ആഘോഷമാക്കി മാറ്റുകയാണ് TVK. എന്നാൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് DMK പ്രവർത്തകരും. എന്നാലും തൃഷയ്ക്കെതിരെ നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഉദയനിധി സ്റ്റാലിനെ വീട്ടിലെത്തി കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് കടന്നത്. അതിന്റെ പിന്നാലെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ തമിഴ്നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തൃഷയ്ക്കെതിരെ ദ്വയാർത്ഥ പരാമർശം നടത്തിയെന്ന തരത്തിലായിരുന്നു നടത്തിയെന്നായിരുന്നു. അതിന് പിന്നാലെ ഉണ്ടായ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ഇത്തരത്തിലൊരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടന്നത്. ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എന്തായാലും തൃഷയ്ക്കെതിരെ നടത്തിയ ഒരു പരാമർശം, ആ പരാമർശത്തിൽ ഇപ്പോൾ അറസ്റ്റിലേക്ക് അടക്കം കടക്കുന്നു. അതും തമിഴ്നാട് പ്രതിപക്ഷ നേതാവാണ്. ആ അറസ്റ്റിന് പിന്നാലെ DMKയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലൊരു പ്രതിഷേധം തന്നെയാണ് ഉണ്ടാകുന്നത്. ഇനി എങ്ങനെയാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ? നീലഗിരിയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം തുടരുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം യഥാർത്ഥത്തിൽ DMKയ്ക്ക് ഒരു സാധ്യതകളുമില്ലാതെ പോകുന്ന ഒരു സമയത്ത് കിട്ടിയ രാഷ്ട്രീയപരമായ ഒരു പിടിവള്ളി എന്ന് വേണമെങ്കിൽ ഈ ഉദയനിധിയുടെ അറസ്റ്റിനെ കുറിച്ച് പറയാൻ കഴിയും. കാരണം ഈ അറസ്റ്റ് ഈ 12 മണിവരെ തടഞ്ഞിരുന്നതാണ്. പക്ഷേ എന്നിരുന്നിട്ടും കസ്റ്റഡിയിൽ എടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പക്ഷേ വലിയ തരത്തിലുള്ള ഒരു പോലീസ് സന്നാഹം രാവിലെ മുതൽ തന്നെ നീലഗിരിയിലുള്ള ഉദയനിധിയുടെ വീടിൻ്റെ സമീപത്തേക്ക് എത്തുന്നു. ഉദയനിധിയെ ചോദ്യം ചെയ്യാനാണ് എത്തിയത്. അഴകേശൻ എന്ന് പറയുന്ന ഒരു DCPയുടെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലേക്ക് കയറുന്നു. അദ്ദേഹവുമായി സംസാരിക്കുന്നു. അതിനുശേഷം ഉദയനിധിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. കസ്റ്റഡിയിൽ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയം മുതൽ തന്നെ വലിയ തരത്തിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ DMK പ്രവർത്തകരുടെ ഒരു വലിയ നിര തന്നെ ആ വാഹനത്തിന് മുന്നിലേക്ക് എത്തുകയും വാഹനം തടയാൻ ശ്രമിക്കുകയൊക്കെ ചേർന്ന് ഇപ്പോൾ ആ വാഹനം പോകുന്ന വഴിയിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ഗതാഗത തടസ്സം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രവർത്തകർ വളരെയധികം ആളുകൾ നിരത്തിലേക്ക് ഇറങ്ങുന്നു. ഇത് വലിയ തരത്തിലുള്ളൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാൻ തന്നെയാണ് DMK ഈ അവസരം വിനിയോഗിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഓർക്കുക, 2001 ജൂൺ മാസം 30-ാണ് കരുണാനിധിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും 2:30 മണിക്ക് അറസ്റ്റ് ചെയ്യുന്നത്. അന്നും ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നാടകം തന്നെ അരങ്ങേറിയെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ജയലളിത മുഖ്യമന്ത്രിയായ സമയത്തായിരുന്നു അന്ന് കരുണാനിധിയെ അറസ്റ്റ് ചെയ്യുന്നത്. അതിന് തുല്യമായ തരത്തിൽ തന്നെ ഒരു വിവാദം പ്രത്യേക
പ്രത്യേകിച്ചും ഈ വിവാദത്തിന് വേറെ കുറേ ചിത്രങ്ങൾ കൂടി പറയേണ്ടി വരും. അതായത് കഴിഞ്ഞ ദിവസമാണ് കാവേരി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉദയനിധി പങ്കെടുത്ത ഒരു സമ്മേളനം അവിടെ നടക്കുന്നത്. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഉദയനിധിയുടെ പ്രസംഗം നടക്കുന്നതിനിടയിൽ തന്നെ ഈ ആളുകളുടെ ഭാഗത്ത് നിന്നും അതായത് അറസ്റ്റുകൾ നടക്കുന്നു, ഇതിന് അല്ലെങ്കിൽ വലിയ തരത്തിൽ നേതാക്കന്മാരെ ഈ കാവേരി പ്രശ്നവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നവർക്കെതിരെ അറസ്റ്റുകൾ ഉണ്ടാകുന്ന തരത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തുന്നതിനിടയിലാണ് തൃഷ എന്ന് പറയുന്ന വാക്കുകൾ സദസ്സിൽ നിന്ന് ഉയരുകയും ആ സമയത്ത് ഉദയനിധി ദ്വയാർത്ഥത്തിൽ എന്തോ ഒരു പരാമർശം നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇതേ ചൊല്ലി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പരാതി എത്തുന്നു, ഒപ്പം പോലീസിലേക്കും പരാതി എത്തുന്നു. ആ പരാതി വളരെ വേഗത്തിൽ ഇപ്പോൾ അറസ്റ്റിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നാളെ നിയമസഭ, അതായത് തമിഴ്നാട്ടിൽ നാളെ നിയമസഭ ചേരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഉദയനിധിയെ അറസ്റ്റ് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് സഭയിൽ ഇത്തരത്തിൽ കാവേരി പ്രശ്നം ഉന്നയിക്കാതിരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് വലിയ സംഘർഷമാക്കി മാറ്റാതിരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അറസ്റ്റിനെ ഇപ്പോൾ DMK വിലയിരുത്തുന്നതും DMK നോക്കിക്കാണുന്നതും. ഒരുപക്ഷെ DMK സംബന്ധിച്ചിടത്തോളം DMK വലിയ തരത്തിലുള്ള പ്രതിരോധത്തിലായിരുന്നു. കാരണം ഭരണം നഷ്ടപ്പെട്ടു. അതിനുശേഷം ഒപ്പമുണ്ടായിരുന്ന കോൺഗ്രസുമായിട്ട് അത്ര നല്ല രീതിയിലല്ലായിരുന്നു, ഇടഞ്ഞ് മുന്നോട്ട് പോകുന്നൊരു രീതിയായിരുന്നു. BJPയുമായി അടുക്കാതെയും അകലാതെയും നിൽക്കുന്ന ഒരു സമീപനം. അങ്ങനെ രാഷ്ട്രീയപരമായി DMK സംബന്ധിച്ചിടത്തോളം DMKയ്ക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഉദയനിധിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട കേസ് കോടതിയുടെ പരിഗണനയിൽ വരാനിരിക്കെയാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. 12 മണിവരെ യാതൊരു കാരണവശാലും പോലീസ് കസ്റ്റഡിയിൽ എടുക്കരുത് എന്ന് നിർദ്ദേശം, കോടതിയുടെ വാക്കാൽ നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ തള്ളിക്കൊണ്ട് ഇപ്പോൾ ഉദയനിധിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇതിന് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ മാനമുണ്ട്. കാരണം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാണ് ഉദയനിധി. മാത്രവുമല്ല വിജയുമായി DMK എല്ലാ അർത്ഥത്തിലും എതിർത്തും ഉടക്കിയും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും നിയമസഭയിൽ ഭൂരിപക്ഷം കിട്ടാതെ വന്നപ്പോഴേക്കും DMKയ്ക്ക് ഒപ്പം നിന്ന കക്ഷികൾ പലരും, കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ തമിഴ് വെട്രിക്കഴകത്തിന് അല്ലെങ്കിൽ വിജയുടെ പാർട്ടിക്ക് പിന്തുണ നൽകി രംഗത്തെത്തിയിരുന്നു. ആ പിന്തുണ സ്വീകരിച്ചതോടുകൂടി തന്നെ വിജയ്ക്ക് മുഖ്യമന്ത്രി പദത്തിൽ എത്താൻ ചേർന്നു. അന്ന് മുതൽ തന്നെ DMK ഉടക്കി മാറി നിൽക്കുന്ന അല്ലെങ്കിൽ DMK മറ്റൊരു സമീപനമായിരുന്നു പ്രത്യേകിച്ചും തമിഴ് വെട്രിക്കഴകത്തിനോട് അല്ലെങ്കിൽ വിജയിയോട്. ആ സമീപനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പലപ്പോഴും വിജയെ എതിർത്തു സംസാരിക്കുന്ന രീതി ഉണ്ടായിരുന്നു DMK നേതാക്കന്മാർക്ക്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാവേരി പ്രശ്നത്തിൻ്റെ പേരിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തമിഴ്നാട്ടിൽ DMK സംഘടിപ്പിച്ചു വരികയായിരുന്നു. ആ പ്രതിഷേധങ്ങളിലൊക്കെ തന്നെ പങ്കെടുത്തത് DMK നേതാക്കന്മാരായിരുന്നു. അങ്ങനെയാണ് ഉദയനിധിയും ഒരു പ്രതിഷേധ യോഗത്തിൽ പങ്കെടുക്കാനെത്തുന്നതും ആ പ്രതിഷേധ യോഗത്തിൽ വെച്ച് തന്നെ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം, അതായത് ഈ തൃഷ എന്ന് പറയുന്ന വാക്കുകൾ സദസ്സിൽ നിന്നും ഉയർന്നു ഒന്നാണ്. അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം അതിന് ദ്വയാർത്ഥമുണ്ടെന്നും അതുകൊണ്ട് തന്നെ ആ പരാമർശത്തിൻ്റെ പേരിൽ അത് സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ളതാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വിഷയങ്ങൾ രാഷ്ട്രീയപരമായി മാറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ തമിഴ് വെട്രിക്കഴകത്തിന് അത്രയധികം രാഷ്ട്രീയപരമായുള്ള ഒരു രാഷ്ട്രീയപരമായി എങ്ങനെ നേരിടണം എന്നുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രവർത്തന പരിചയം അവർക്കില്ല. അത് കൂടി മനസ്സിലാക്കണം. ആ സാഹചര്യം DMK എന്തായാലും മുതലാക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം സ്റ്റാലിനെ പോലുള്ള മുതിർന്ന നേതാക്കന്മാർക്ക് എപ്പോഴും വളരെ അധികം രാഷ്ട്രീയ പിന്തുണ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടും. പ്രത്യേകിച്ചും കേരളം ഉൾപ്പെടെയുള്ള CPIMൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ പലപ്പോഴും സ്റ്റാലിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായ പിന്തുണ DMKയ്ക്ക് ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഒരുപക്ഷെ തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ നേരത്തെ തന്നെ കരുണാനിധിയെ 2001 ഇങ്ങനെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അതൊരു രാഷ്ട്രീയ പകപോക്കൽ എന്നാണ് പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ചും ജയലളിതയും കരുണാനിധിയുമായി ഏറെ നാളായി നീണ്ടു നിന്നിരുന്ന പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ആ പ്രശ്നങ്ങൾക്കിടയിലാണ് അന്ന് 2001 ജൂൺ 30 കരുണാനിധിയെ വെളുപ്പിന് 2:30 മണിക്ക് അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ് വലിയ തരത്തിൽ അദ്ദേഹം ഒച്ച വെച്ച് ബഹളം വയ്ക്കുന്ന കണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ളൊരു നീക്കമല്ല. പക്ഷേ ഇത്
ഉദയനിധിയെ കാണുന്നതിന് വേണ്ടി നീലങ്കരയിലുള്ള വീട്ടിലേക്ക് പോലീസ് സംഘം എത്തുന്നു. DCP ഉൾപ്പെടെയുള്ളവർ എത്തുന്നു. അവിടെ എത്തിയതിനു ശേഷം സംസാരിച്ചതിന് ശേഷം ഉദയനിധിയെ നേരെ പോലീസ് വാനിലേക്ക് കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിൽ പലയിടങ്ങളിലും ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് വിവരം കിട്ടുന്നത്. കാരണം അത്രയധികം എതിർപ്പ് പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും TVKക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം. DMK സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രീയപരമായി ഈ നീക്കം, അതായത് ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്തത് കൃത്യമായി രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്തും എന്നുള്ളത് ഉറപ്പാണ്. ഇത് അവർക്ക് കിട്ടിയ ഒരു അവസരമാണ്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് വാനിൽ കൊണ്ടുപോകുമ്പോഴും അദ്ദേഹം മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നതും പ്രവർത്തകരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഉദയനിധിയെ ഇപ്പോൾ അറസ്റ്റ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് വലിയ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഉദയനിധിയുമായി പോയിക്കൊണ്ടിരുന്ന വാഹനത്തെ തടയുന്നു. അത് തടഞ്ഞുകൊണ്ട് അതിന് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഉദയനിധിയെ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വലിയ തരത്തിലുള്ള ഒരു എതിർപ്പ് DMK നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ഭാഗത്തുണ്ടായിരിക്കുന്നു. കാരണം ഉദയനിധിയെ ഇന്നൊരു പക്ഷേ കസ്റ്റഡിയിലെടുക്കും എന്നൊക്കെ DMKക്കെതിരെ അകത്ത് ചർച്ച ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ നടത്താനുള്ള സാധ്യത ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ DMK സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു അറസ്റ്റ് അവർ പ്രതീക്ഷിച്ചിരുന്നു. കാരണം നേരത്തെയും DMK നേതാക്കന്മാരെയൊക്കെ തന്നെ വളരെയധികം ശത്രുതയോടുകൂടി TVK മുഖ്യമന്ത്രി കൂടിയായ വിജയ് കണ്ടിരുന്നു. അങ്ങനെ പല കാര്യങ്ങളിലുമൊക്കെ DMK പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഉദയനിധിയെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം നാളെ നിയമസഭ ചേരാനിരിക്കുകയായിരുന്നു. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് ഉദയനിധി സ്റ്റാലിൻ. അങ്ങനെ ഉദയനിധി സ്റ്റാലിൻ നാളെ സഭയിലെത്തിക്കഴിഞ്ഞാൽ കാവേരി പ്രശ്നം സഭയ്ക്കകത്ത് DMK അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കും. അത് ഉന്നയിച്ച് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യം DMKയ്ക്കും ഉണ്ടായിരുന്നു. അത്തരത്തിൽ നിയമസഭയിൽ ഒരു എതിർസ്വരം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തത്, കസ്റ്റഡിയിലെടുത്തതെന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും നിലവിൽ ഉദയനിധിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. തൊട്ടടുത്തുള്ള സ്റ്റേഷനിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അതിനുശേഷം ഒരുപക്ഷെ ചോദ്യം ചെയ്യലുണ്ടാവാം. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന് ഒരു മുൻകൂർ ജാമ്യം എന്ന നിലയ്ക്ക് ഈ പരാമർശം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ദ്വയാർത്ഥ പരാമർശം നടത്തിയതിന് തൊട്ട് പിന്നാലെ ഉദയനിധിക്ക് ജാമ്യം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് മുൻകൂർ ജാമ്യം ഉൾപ്പെടെ നടപടിക്രമങ്ങളിലേക്കും നീക്കം നടത്തിയിരുന്നു. പക്ഷേ അതൊക്കെ നടക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉദയനിധിയെ സംബന്ധിച്ചിടത്തോളം ഉദയനിധിക്ക് ഇതൊരു രാഷ്ട്രീയപരമായുള്ള ഈ നീക്കത്തിൽ രാഷ്ട്രീയപരമായി വളരെയധികം നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സാധ്യത നമുക്ക് നേട്ടങ്ങൾ ലഭിക്കുമെന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ഇത്തരത്തിൽ ഒരു നീക്കം പ്രത്യേകിച്ചും TVKക്കെതിരെ വലിയ തരത്തിലുള്ള പടയൊരുക്കത്തിന് DMK തയ്യാറെടുത്തിരിക്കുന്ന സമയമായിരുന്നു. കാരണം വിജയുടെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കെതിരെ DMK പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ചും കാവേരി പ്രശ്നത്തിൽ തന്നെ അവരവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് വലിയ തരത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. അങ്ങനെ പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഉദയനിധിയുടെ അറസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. കാരണം നിയമസഭയിൽ ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടി DMK ഉന്നയിക്കും. കാരണം അവർ കാവേരി പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കുടിവെള്ളം ഉൾപ്പെടെയുള്ളതിക്ക് വലിയ തരത്തിലുള്ള കുറവ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് കാവേരി അല്ലെങ്കിൽ നദീജലം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കർണാടകയുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ തമിഴ്നാട് സർക്കാരിൻ്റെ ഇടപെടൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വിജയ് സർക്കാരിൻ്റെ ഇടപെടൽ കാര്യമായി നടക്കുന്നില്ല എന്ന ആക്ഷേപവും വലിയ തരത്തിലുണ്ടായിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഉദയനിധിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. മാത്രവുമല്ല, ഉദയനിധിയെ കൊണ്ടുപോയ വാഹനം പല സ്ഥലങ്ങളിലായി പ്രവർത്തകർ തടഞ്ഞു. വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രവർത്തകർ ഉദയനിധിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വാഹനത്തിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ഇരിക്കുന്ന ഭാഗത്തേക്ക് പ്രവർത്തകരെത്തുന്നു, അഭിവാദ്യം ചെയ്യുന്നു. അങ്ങനെ അറസ്റ്റ് വലിയ തരത്തിലൊരു വിവാദമായി മാറും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇന്ന് രാവിലെ മുതൽ തന്നെ ഉദയനിധിയുടെ നീലങ്കരയിലുള്ള വീട്ടിൽ അവരുടെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാം തന്നെ, അതായത് DMKയുടെ നേതാക്കന്മാരെല്ലാം എത്തിയിരുന്നു. അതിന് ഉപരിയായി ഉദയനിധിയുടെ അഭിഭാഷകൻ
അഭിഭാഷകരെത്തിയിരുന്നു. ഇതിനിടയിലാണ് അഴക്കേശൻ എന്ന് പറയുന്ന DCP അവിടേക്ക് എത്തുകയും ആദ്യം അറസ്റ്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ കസ്റ്റഡി എടുക്കാൻ തീരുമാനിച്ചിരുന്നില്ല. പക്ഷേ ഉദയനിധിയുമായി ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് അവരെത്തിയെന്ന് പറയുന്നു. ഏതെങ്കിലും കാരണവശാൽ കോടതിയുടെ നടപടിക്രമങ്ങൾ പ്രതികൂലമായി കഴിഞ്ഞാൽ ഉദയനിധിയെ കസ്റ്റഡിയിലെടുക്കുക, അതായിരുന്നു അവരുടെ നീക്കവും അത്തരത്തിലുള്ള നിർദ്ദേശവുമാണ് നൽകിയിരുന്നത്. പക്ഷേ അതിനെല്ലാം വിപരീതമായി ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ മുതൽ തന്നെ പോലീസിന് എതിരെ വലിയ തരത്തിൽ DMK പ്രവർത്തകർ പ്രതിരോധം തീർത്തിരുന്നു. ഉദയനിധിയുമായി മുന്നോട്ട് പോയിരുന്ന വാഹനം തടഞ്ഞു. ഒപ്പം തന്നെ പ്രവർത്തകർ അവിടെ വഴിനീളെ മുദ്രാവാക്യം മുഴക്കിയാണ് വാഹനത്തെ പിന്തുടർന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ കൈവിടും തരത്തിലേക്ക് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം DMK സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയപരമായി വലിയ തരത്തിൽ ദോഷം സംഭവിച്ച അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചതിന് തൊട്ടു പിന്നാലെ അവർക്ക് വീണ്ടും തിരിച്ച് എത്താൻ അല്ലെങ്കിൽ വിഷയങ്ങൾ ഉന്നയിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമാണ് ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്തതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം ഈ രാവിലെ മുതൽ തന്നെ ഉദയനിധിയുടെ വീട്ടിലേക്ക് DMKയുടെ നേതാക്കന്മാരൊക്കെ എത്തിയിരുന്നു. പോലീസും അത്തരത്തിൽ ചില നീക്കങ്ങൾ, അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടത്തിയിരുന്നു. ഉദയനിധി അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന തരത്തിലൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ ചില വാർത്തകളും പ്രചരിച്ചിരുന്നു. അതുകൊണ്ടാണ് DMK പ്രവർത്തകർ ഉദയനിധിയുടെ വീട്ടിന് പുറത്തായി തമ്പടിച്ചിരുന്നത്. ഈ അറസ്റ്റ് അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഉദയനിധിയെ പുറത്തേക്ക് കൊണ്ടുവരുന്ന നിമിഷം മുതൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം DMK പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി. വാഹനം തടഞ്ഞു, വാഹനത്തിന് മുന്നോട്ടുള്ള പോക്കിനെ തടഞ്ഞു. അങ്ങനെ ഈ വാഹനത്തെ തൊട്ട് മുന്നിലും പിന്നിലുമൊക്കെ പ്രവർത്തകർ അണിനിരുന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് പോകുന്നതും കണ്ടു. നിലവിൽ ഇപ്പോൾ ഉദയനിധി എന്തായാലും തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ എത്തിയിരിക്കുന്നു. പക്ഷേ കോടതിയുടെ നടപടിക്രമങ്ങൾ ഇനി കാത്തിരിക്കണം. ഇദ്ദേഹത്തിന് അറസ്റ്റ് ഉണ്ടാകുമോ അതോ ജാമ്യം അനുവദിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി കോടതിയാവും തീരുമാനിക്കുക. നേരത്തെ തന്നെ DMKയുടെ നേതാക്കന്മാർക്കെതിരെ ഈ കാവേരി പ്രശ്നവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിജയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചവരെ അറസ്റ്റ് ചെയ്തിരുന്നു. അത്തരത്തിലൊരു അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തായാലും കോടതിയുടെ വിലക്ക് നിലനിൽക്കുന്നതിനിടയിലാണ് ഉദയനിധിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരി, എന്നാലും നടി തൃഷയ്ക്കെതിരായ പരാമർശത്തിലാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വൻ പ്രതിഷേധം തന്നെയാണ് പോലീസ് വാഹനം കടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉദയനിധി സ്റ്റാലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാനിരിക്കെയായിരുന്നു ഇത്തരത്തിലൊരു അറസ്റ്റിലേക്കടക്കം പോലീസ് കടന്നത്. D. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.